പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ഇറാന്റെ ഭരണകൂടത്തിന്റെ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യം വെക്കുന്ന ഈ ഘട്ടത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയുടെ വിയോഗം രാജ്യത്തിന് വലിയ ആഘാതമായിരുന്നു. എന്നാൽ ആ ശൂന്യതയിലേക്ക് സെയ്ദ് ജലീലി എന്ന ഉരുക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ അത് വെറും ഒരു സ്ഥാനാരോഹണമല്ല, മറിച്ച് ഇറാന്റെ വിദേശ നയവും സുരക്ഷാ തന്ത്രങ്ങളും കൂടുതൽ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത പാതയിലേക്ക് മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. 1965 ഇറാന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നായ മഷ്ഹദിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വളർച്ച കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഫലമായിരുന്നു. ഇറാന്റെ വിപ്ലവാനന്തര വിദ്യാഭ്യാസ രീതികളിൽ ആകൃഷ്ടനായ അദ്ദേഹം ഇമാം സാദിഖ് സർവകലാശാലയിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. രാഷ്ട്രീയ ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ജലീലി പിന്നീട് അതേ സർവകലാശാലയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങളെയും ആധുനിക രാഷ്ട്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക അടിത്തറ പിൻകാലത്ത് അദ്ദേഹത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ പ്രതിഫലിച്ചു. സെയ്ദ് ജലീലിയെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ യുദ്ധഭൂമിയിലെ അനുഭവങ്ങളാണ്. 1980കളിൽ നടന്ന ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. 1987 നടന്ന ചരിത്രപ്രധാനമായ കർബല 5 ഓപ്പറേഷനിടെ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും വലതുകാലിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അപകടം അദ്ദേഹത്തിന്റെ പോരാട്ടവീര്യം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മുടന്തുന്ന കാലുമായി പൊതുവേദികളിൽ എത്തുന്ന ജലീലി ഇറാനികൾക്ക് വെറും ഒരു നേതാവല്ല, മറിച്ച് രാജ്യത്തിനു വേണ്ടി ചോര ചിന്തിയെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഈ പദവി ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന സ്വാധീനവും വളരെ വലുതാണ്. IRGC അദ്ദേഹത്തെ തങ്ങളിൽ ഒരാളായാണ് കാണുന്നത്. 1989 വിദേശകാര്യ മന്ത്രാലയത്തിൽ ചേർന്നതോടെ ജലീലിയുടെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. അമേരിക്കൻ കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പുകളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. സുപ്രീം നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ച കാലയളവിൽ അദ്ദേഹം ഭരണകൂടത്തിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകളിലും പങ്കാളിയായി. 2007 മുതൽ 2013 വരെ ഇറാന്റെ ആണവ ചർച്ചാ സംഘത്തിന്റെ തലവനായിരുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കിയത്. പാശ്ചാത്യ ശക്തികളോട് ചർച്ചകൾ നടത്തുമ്പോൾ ഇറാന്റെ പരമാധികാരത്തിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്യാത്ത അദ്ദേഹത്തിന്റെ ശൈലി അന്ന് പല രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചു. 2015 ആണവ കരാറിനെ അദ്ദേഹം ശക്തമായി എതിർത്തത് അത് ഇറാന്റെ ആയുധശേഷിയെ തളർത്താനുള്ള പാശ്ചാത്യ തന്ത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലതവണ മത്സരിച്ചെങ്കിലും വിജയം അദ്ദേഹത്തെ തുണച്ചില്ല. എങ്കിലും ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം നേടിയ വോട്ടുകൾ ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വ്യക്തമാക്കുന്നു. 2013 മൂന്നാം സ്ഥാനത്തെത്തി. 2021 ഇബ്രാഹിം റൈസിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പിന്മാറി. 2024 മസൂദ് പെസഷ്കിയാനോട് പരാജയപ്പെട്ടെങ്കിലും ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കർക്കശമായ ആശയങ്ങളോടും വിദേശ നയങ്ങളോടും യോജിക്കുന്നു എന്നാണ്. പാശ്ചാത്യ വിരുദ്ധതയും സ്വയം പര്യാപ്തതയും മുദ്രാവാക്യമാക്കുന്ന ജലീലിക്ക് യുവാക്കൾക്കിടയിലും വലിയ സ്വാധീനമുണ്ട്. അലി ലാരിജാനി നയതന്ത്രപരമായ സംവാദങ്ങൾക്കും സമവായങ്ങൾക്കും മുൻഗണന നൽകിയിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ജലീലിയുടെ ശൈലി തികച്ചും വ്യത്യസ്തമാണ്. പ്രതിരോധമാണ് ഏറ്റവും വലിയ നയതന്ത്രം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലാരിജാനിയുടെ മരണശേഷം ജലീലി സുരക്ഷാ കൗൺസിലിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഇറാന്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പമേറിയതാക്കും. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധ അച്ചുതണ്ട് കൂടുതൽ ശക്തമാക്കാൻ ജലീലി മുൻകൈയെടുക്കും. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ജലീലിയുടെ കീഴിൽ കൂടുതൽ ഊഷ്മളമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകരുടെ ഭയം. സെയ്ദ് ജലീലിയുടെ ഏറ്റവും വലിയ കരുത്ത് ഇറാന്റെ സൈനിക വിഭാഗമായ IRGCയുമായുള്ള അടുത്ത ബന്ധമാണ്. യുദ്ധകാലത്തെ സഹപോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിൽ സൈന്യത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട്. യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സൈന്യത്തെയും ഭരണകൂടത്തെയും ഒരേ ചരടിൽ കോർക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ കർക്കശമാക്കും. ജലീലിയെ പോലെ ഒരു കടുത്ത നിലപാടുകാരൻ ഇറാന്റെ സുരക്ഷാ നയങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്ന് ഉറപ്പാണ്. ഉപരോധങ്ങൾ എത്ര കഠിനമായാലും സ്വന്തം കാലിൽ നിൽക്കുക എന്ന അദ്ദേഹത്തിന്റെ നയം ഇറാന്റെ സാമ്പത്തിക മേഖലയും ബാധിക്കും. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം മടിക്കില്ല. ഇത് ആഗോള എണ്ണ വിപണിയെ കൂടുതൽ അസ്ഥിരമാക്കാനും കാരണമാകും. ഇറാൻ ഇന്ന് നിൽക്കുന്നത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ വഴിത്തിരിവിലാണ്. ഒരു വശത്ത് ഇസ്രയേലിന്റെ നേരിട്ടുള്ള ആക്രമണങ്ങളും മറുവശത്ത് ആഭ്യന്തരമായി സാമ്പത്തിക പ്രതിസന്ധികളും. ഈ സാഹചര്യത്തിൽ സെയ്ദ് ജലീലി എന്ന നേതാവ് അധികാര കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് ഇറാന്റെ പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ വിജയമായി വേണം കരുതാൻ. സമാധാനത്തിനായുള്ള ചർച്ചകളെക്കാൾ ഉപരിയായി ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്തുക എന്ന തന്ത്രമാകും ഇനി ഇറാൻ പയറ്റുക. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം പേർന്ന ജലീലിക്ക് രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും വലിയ മുൻഗണന. ലോകം ഭീതിയോടെ നോക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ജലീലിയുടെ നീക്കങ്ങൾ നിർണായകമാകും. സമവായത്തിന് സ്ഥാനമില്ലെന്നും പോരാട്ടമാണ് വഴിയെന്നും വിശ്വസിക്കുന്ന ഒരു പുതിയ നേതൃത്വത്തിന് കീഴിൽ ഇറാൻ എങ്ങോട്ട് നീങ്ങുക എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.